മാസം മുതൽ 2 മാസം വരെ പ്രായമുള്ള ചക്ക കൊണ്ട് നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നുണ്ട്. 2 മാസം കഴിഞ്ഞാലും വിളഞ്ഞ ചക്ക കൊണ്ടും കട്ട്ലേറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് വിപണിയിലുള്ള മറ്റേ ചിക്കൻ കട്ട്ലേറ്റിനേക്കാളും ബീഫ് കട്ട്ലേറ്റിനേക്കാളും ടേസ്റ്റിയായ കട്ട്ലേറ്റ് ആണ്. നമ്മൾ കടകൾക്ക് ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മറ്റു ഫംഗ്ഷനുകൾക്കൊക്കെ ഈ കട്ട്ലേറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒരു ചക്കയിൽ നിന്നും നമ്മൾക്ക് 1000 രൂപയുടെ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ കഴിയും. ചക്കയിൽ നിന്നുള്ള സ്ക്വാഷാണ്. ഈ സ്ക്വാഷ് നമ്മൾക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ വെള്ളം കൊടുക്കുന്നതിന് വേണ്ടി വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു സ്ക്വാഷാണ്. ഈ സ്ക്വാഷ് നമ്മൾക്ക് ഉപയോഗിക്കാൻ വളരെ ടേസ്റ്റിയാണ്. ഒരു ചക്കയിൽ നിന്ന് നമ്മൾക്ക് 2000 രൂപയുടെ സ്ക്വാഷ് ചെയ്യാൻ പറ്റും. കൂഴച്ചക്കയാണ് കൂടുതലും സ്ക്വാഷിന് ഉപയോഗിക്കുന്നത്. ഇനിയും വരിക്കച്ചക്കയും ചെയ്യാം നമുക്ക് സ്ക്വാഷായിട്ട്. വരിക്കച്ചക്കയാണ് ജാമിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ ജാം നമ്മൾക്ക് ബ്രെഡ്, ചപ്പാത്തി ഒക്കെ കഴിക്കാൻ വേണ്ടി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ജാമാണ്. ചക്കയുടെ മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങളിൽ ഏറ്റവും മെയിനായിട്ടുള്ള ഒരു സാധനമാണ് ചക്കയുടെ ജാം. ഈ ജാം കളറൊന്നും ചേർക്കാതെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. യാതൊരു പ്രിസർവേറ്റീവും ചേർക്കാതെ കൊണ്ടാണ് തനിമയോടുകൂടി ജാക്ക് ഫ്രൂട്ട് ജാം ചെയ്യുന്നത്. ഒരു 100 ഗ്രാം നമ്മൾ 20 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ചക്കയിൽ നിന്ന് മുറുക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഈ മുറുക്ക് നമ്മൾ ചക്കയുടെ സീസൺ സമയത്ത് ചക്ക ഉണക്കി സൂക്ഷിച്ചാണ് ഈ മുറുക്ക് ഉണ്ടാക്കുന്നത്. ഇതിനകത്തിൽ മറ്റ് അരിയൊന്നും ചേർക്കാതെയാണ് ചക്കയുടെ മുറുക്ക് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് വളരെയേറെ ടേസ്റ്റിയാണ്. ചക്കയിൽ നിന്നും ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നുണ്ട്. ചക്കക്കുരു ചമ്മന്തിപ്പൊടി നല്ല മാർക്കറ്റുള്ള ഇതാണ്. വിദേശ നാടുകളിൽ കൊണ്ടുപോകുന്ന ഒരു ഓർഡർ അനുസരിച്ച് ചക്കക്കുരു ചമ്മന്തിപ്പൊടി ചെയ്യിച്ച് കൊണ്ടുപോകുന്നുണ്ട്. ഇത് 1 കിലോ 300 രൂപയ്ക്കാണ് നമ്മൾ ചക്കക്കുരു ചമ്മന്തിപ്പൊടി കൊടുക്കുന്നത്. അതിനകത്തിൽ വെളുത്തുള്ളിയാണ് കൂടുതൽ ചക്കക്കുരുവിന് വേണ്ടി നമ്മൾ മിക്സായി ചേർക്കുന്നത്. കാരണം ചക്കക്കുരുവിൻ്റെ ഗ്യാസിൻ്റെ പ്രോബ്ലങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് കൂടുതൽ വെളുത്തുള്ളി അതിൽ ചേർത്തുകൊണ്ട് ചക്കക്കുരു ചമ്മന്തിപ്പൊടി ചെയ്യുന്നത്. ചക്ക പ്രഥമന്, ചക്ക തെര, ഇങ്ങനെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ചക്കയിൽ നിന്ന് 113 പ്രോഡക്റ്റുകൾ മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങളായി ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. പാഴ്ഫലമായി നാം എന്നേ ഉപേക്ഷിച്ച ചക്കയിൽ നിന്നും ആരോഗ്യപ്രദമായ ഭക്ഷണ വിഭവമായി നമുക്ക് മുന്നിലെത്തുന്ന തനിമയെ നമുക്ക് ഹാർദവമായി സ്വീകരിക്കാം. തേങ്ങയിൽ നിന്നും വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുമായി മാവേലിക്കര പുന്നമ്മൂട് സൗഹൃദ ഉടമ മറിയാമ്മ ജോൺ. എൻ്റെ വീട് കിട്ടിയ ഒരു സമയത്ത് നിന്ന് KVKയിൽ നിന്ന് ലഭിച്ച ആ ട്രെയിനിങ്ങോടുകൂടി ഞാൻ സ്വന്തമായിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു സ്ഥാപനമാണിത്. അതായത് എന്റർപ്രനർ സപ്പോർട്ടീവ് സ്കീം എന്ന ഒരു സ്കീമിൻ്റെ അണ്ടറിൽ തുടങ്ങിയ സൗഹൃദ ഫുഡ്സ് എന്ന നാമധേയത്തിൽ തുടങ്ങിയ ഒരു യൂണിറ്റാണ്. അതിൽ നാളികേരത്തിൽ നിന്നുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും, അതായത് തേങ്ങാപ്പാലിൽ നിന്നുണ്ടാക്കുന്ന ഉരുക്ക് വെളിച്ചെണ്ണ, ചമ്മന്തിപ്പൊടി, അവലോസ് ഉണ്ട, തേങ്ങയുടെ ലഡു, കോക്കനട്ട് പാക്കറ്റ്സ്, അവലോസ് പൊടിയ എന്നിവ ഉണ്ടാക്കി വലിയ ഷോപ്പിംഗ് മാളുകളിൽ സപ്ലൈ ചെയ്തു വരുന്നു. അതിൽ കോക്കനട്ട് പാക്കറ്റ്സ് എന്ന ഒരു ഐറ്റം ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് ഗോതമ്പ് മാവ് നമ്മൾ വെറും ഉപ്പ് ഒഴിച്ച് ചെറിയ ചൂടുവെള്ളത്തിൽ കുഴച്ച് നമ്മുടെ ചപ്പാത്തിയുടെ മാവിൻ്റെ പരുവത്തിലാക്കിയതിന് ശേഷം ചെറിയ ഉരുളകളാക്കി അതിനെ പ്രസ്സറിൽ വെച്ചൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഫില്ല് ചെയ്യുവാൻ വേണ്ടി നമ്മൾ ഒരു തേങ്ങ എടുക്കുന്നതെങ്കിൽ അതിന്റെ ഹാഫ് തേങ്ങയുടെ പാല് മാറ്റിയതും ഹാഫ് തേങ്ങയുടെ പാല് മാറ്റാത്തതും അത് രണ്ടും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം, പാല് മാറ്റിയ തേങ്ങയും പാല് മാറ്റാത്ത തേങ്ങയും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളത് നിറം പോകാതെ നഷ്ടപ്പെടുത്താതെ, അതായത് വെള്ള നിറം അതേപടി ഇരിക്കണം. അതിനെ നമ്മൾ വറുത്തെടുക്കുക. വെള്ളം, അതായത് ഈർപ്പം നഷ്ടപ്പെടുത്തി എടുക്കുക. അത് ഉണങ്ങിയ പരുവത്തിലാക്കണം. അതായത് അവല് പരുവത്തിലാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് പഞ്ചസാര പൊടിച്ചതും ഏലക്ക പൊടിച്ചതും നട്ട്സും കൂടെ എള്ളും ഇതെല്ലാം കൂട്ടി ഇളക്കിയതിന് ശേഷം അതിലേക്ക് അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ മിക്സ് ചെയ്ത ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് മിക്സ് അതിൻ്റെ സെൻറ്ററിൽ വെച്ചതിന് ശേഷം ഒന്ന് നടുവെ മടക്കി അതിൻ്റെ ചുറ്റും ഒന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഒരറ്റം മുതൽ തലമുടി പിന്നുന്നത് പോലെ എടുക്കുന്ന ഭാഗം ഇതിലേക്ക് ഒട്ടിച്ചൊട്ടിച്ച് പോയാൽ അത് നല്ലൊരു ഹാഫ് മൂൺ ഷേപ്പിലാകുകയും അതിന്റെ ഡിസൈൻ ഇങ്ങനെ ഇരിക്കും. ഇതുപോലെ വരണം. എങ്കിൽ മാത്രമേ ഇതിന് ശേഷം നമ്മളിത് എണ്ണയിലിട്ട് ഡീപ്പ് ഫ്രൈ ആയിട്ട് കോരിയെടുക്കുക. കൂടുതൽ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണ് മധുരം. അപ്പോൾ അതിൽ
പഞ്ചസാര ഏലക്കയും കൂടെ പാവ് കാച്ചി അതിൽ പഞ്ചസാര പാനി പാവിലിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ രുചികരമാകും. ഇത് റോസ്റ്ററാണ്. ഇതിനകത്ത് അരി പൊടിച്ച് വറക്കും. നമ്മൾ കൈകൊണ്ട് ഇളക്കുകയോ ഒന്നും ചെയ്യണ്ട. അതുപോലെ തന്നെ ഇതിന് യൂസ് ചെയ്യുന്ന ഇന്ധനം എന്ന് പറഞ്ഞാൽ ബയോഗ്യാസിൽ നിന്നാണ് ഇത് വറക്കുന്നത്. ബയോഗ്യാസ് ഇതിൻ്റെ അടിയിൽ കത്തിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അരിപ്പൊടി വറുത്ത് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന ബാക്കി എല്ലാ തേങ്ങയുടെ ഉൽപ്പന്നങ്ങളും ഇന്ധനമായി യൂസ് ചെയ്യുന്നത് ബയോഗ്യാസാണ്. എനിക്ക് ഇത്രയും വലിയൊരു ബയോഗ്യാസിൻ്റെ യൂണിറ്റിൽ നിന്ന് കുറഞ്ഞത് ഒരു 4.5 മണിക്കൂർ ഗ്യാസ് ഉപയോഗിക്കാനായി പറ്റുന്നു. ഇത് ബയോഗ്യാസ് പ്ലാന്റ് ഞാൻ ഇംപ്ലാന്റ് ചെയ്തത് 2012 ഡിസംബറിലാണ്. അതിനുശേഷം അന്ന് എനിക്ക് ഏകദേശം ചിലവായത് 48,000 രൂപയായി. അതിൽ യൂസ് ചെയ്യുന്നത് വേസ്റ്റ് നമ്മുടെ വീട്ടിലെ കഞ്ഞവെള്ളം, ഇതുപോലെ തന്നെ ഈ അരി കഴുകുന്ന വെള്ളം, നാരങ്ങയും തക്കാളിയും, അതായത് സിട്രിക് ആസിഡ് അടങ്ങിയ ഒരു സാധനവും അതിനകത്ത് യൂസ് ചെയ്യാതെ ബാക്കി എന്തും നമുക്ക് അതുപോലെ കൂടുതൽ ഫൈബർ ഉള്ള സാധനങ്ങൾ ഇട്ടുകൊടുക്കില്ല. ബാക്കി എന്ത് വേസ്റ്റ് നമുക്ക് അതിലേക്ക് ഉപയോഗിക്കാം. ഒരു ദിവസം 40 കിലോ വേസ്റ്റ് ഇട്ട് കൊടുക്കണം എന്ന് മാത്രം. അതായത് 20 കിലോ ഖരമാലിന്യമായിട്ടും ബാക്കി 20 കിലോ വെള്ളമായിട്ടും. ഇത് പ്രൊഡക്ട്സുകൾ ഇത് നമ്മുടെ ഉരുക്ക് വെളിച്ചെണ്ണ, അതായത് കുഞ്ഞു കുട്ടികളെ തേച്ച് കുളിപ്പിക്കാനും അതുപോലെ തന്നെ സ്കിൻ ഡിസീസ് ഉള്ളവർക്ക്, ഡ്രൈനെസ് കൂടുതലുള്ളവർക്ക് ഒക്കെ ഏറ്റവും നല്ല മെഡിക്കേറ്റഡ് ആയിട്ടുള്ള, അതായത് വെർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് പറയും. അതിൽ നിന്ന് എടുക്കുന്ന ആ തേങ്ങാപ്പാലിൻ്റെ പീരയിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് തേങ്ങയുടെ ലഡു, കോക്കനട്ട് പാക്കറ്റ്സ്, പിന്നെ അവലോസ് ഉണ്ട, ചമ്മന്തിപ്പൊടി, ഇത്രയും സാധനങ്ങൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഇത് 2013 ഓഗസ്റ്റിലാണ് ഞാനിത് തുടങ്ങിയത്. അന്ന് എനിക്ക് മിഷനറിയും അതുപോലെ തന്നെ ബാക്കിയുള്ള പ്രൊഡക്ട്സുകളെല്ലാം വാങ്ങാനായിട്ട് എനിക്ക് അറൗണ്ട് 3,50,000 റുപ്പീസോളമായി. അതുപോലെ തന്നെ എനിക്കിതിൽ നിന്ന് ഒരു പെർ മന്ത് കുറഞ്ഞത് എനിക്കൊരു 20,000ഓളം ഇൻകം ലഭിക്കുന്നുണ്ട്. ഇത് നല്ലതായിട്ട് പോകുന്നു. അതുപോലെ തന്നെ എൻ്റെ കൂടെ ആകെ ഒരാൾ മാത്രമേ ജോലിക്കായിട്ടുള്ളൂ. എല്ലാ സഹായത്തിനും എല്ലാം ചെയ്തു തരാനും, തേങ്ങയുടെ അത് പൊതിക്കുന്നതും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരാനും, പിന്നെ എല്ലാം നമ്മുടെ കൈ കൊണ്ട് ഒന്നും ചെയ്യുന്നില്ല, ബാക്കിയെല്ലാം മിഷനറി ത്രൂ ആണ് ചെയ്യുന്നത്. നമുക്കൊരാൾക്ക് തന്നെ നടത്തിക്കൊണ്ട് പോകാവുന്ന നല്ലൊരു സംരംഭമാണിത്. ഈ വർഷം അടുത്ത ജനുവരി മുതൽ ഞാൻ പുതിയ 2 പ്രൊഡക്ട്സ് കൂടി ഇറക്കാനായി ഉദ്ദേശിക്കുന്നു. അതിൽ തീയൽ മിക്സും ഡയബറ്റിക് പുട്ടുപൊടിയും. ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ഫുൾ സപ്പോർട്ടും അതുപോലെ തന്നെ ഇതിനു വേണ്ടി എല്ലാ ട്രെയിനിങ്ങും എനിക്ക് ലഭിച്ചത് കായംകുളം KVKയിൽ നിന്നാണ്. പകൽ സമയത്ത് പിള്ളേർ രാവിലെ 2 പേര് സ്കൂളിൽ പോയതിന് ശേഷം ഒരു 5 മണി വരെ ഞാൻ ഫ്രീ ആണ്. ആ സമയത്താണ് ഈ യൂണിറ്റിലെ എല്ലാ പ്രൊഡക്ട്സുകളും എല്ലാം ഉണ്ടാക്കുന്നതും എല്ലാം. സ്വാദിഷ്ട ഭക്ഷണം വിളമ്പി മറിയാമ്മയുടെ ഈ യാത്രയിൽ ഇനിയും പുതുവിഭവങ്ങൾ ഉണ്ടാകട്ടെ. കൂടുതൽ വിവരങ്ങൾക്ക് KVK ആലപ്പുഴ, ഫോൺ 0479 244 9268.